ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആ, നല്ല പോലൊരു ഗ്യാപ്പ് അപ്പ് തന്നു നമുക്ക് അല്ലേ. ഏകദേശം 120 പോയിൻറ്റോളം ആണെന്ന് തോന്നുന്നു. 120 പോയിൻറ്റോളം നമുക്ക് എന്ത് കിട്ടി? ഗ്യാപ്പ് അപ്പ് കിട്ടി. പക്ഷേ ഈ ഗ്യാപ്പ് അപ്പിന് എന്തെങ്കിലും പ്രത്യേകിച്ച അടിസ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ നേരെ താഴോട്ട് പോകുമായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും മുതലാക്കി. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ AMOയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. AMO ഒക്കെ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത് കണ്ടവർക്ക് ഈ ഒരു സംഭവം വളരെ വൃത്തിയായിട്ട് മുതലാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലപോലെ അവർ പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. പലരും കണ്ടു കാണും. കണ്ടവർക്കൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാനുള്ള അവസരമായിരുന്നു. ഞാൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിന് കൃത്യമായ ക്രൈറ്റീരിയ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം. അപ്പം അത് ഇന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു. അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും ഉപയോഗിച്ചു. നമ്മുടെ സെമിനാറിന് വന്ന പലരും ആ സംഭവം ഉപയോഗിച്ചു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ എങ്ങനെ നമ്മൾ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. AMO. ഓക്കെ, അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കാണേണ്ടവർക്ക് കാണാം. ഓക്കെ, അതെന്നും എപ്പോഴും എടുത്ത് ഉപയോഗിക്കല്. അത് ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ട്, ഉപയോഗിക്കേണ്ട ക്രൈറ്റീരിയ ഉണ്ട്. അതിനുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾഫില്ലായി വരുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ല ചുമ്മാ എപ്പോഴും എടുത്ത് AMO ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോക്കറ്റിരിക്കുന്ന പൈസ പോകുന്നത് അറിയത്തില്ല. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ വിടുന്നു. അതിനുശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? കറക്റ്റായിട്ട് വന്നു. 1, 2, 3, 4 ക്യാൻഡിൽ താഴെ വന്നു. നമ്മുടെ കറക്റ്റ് നമ്മുടെ റേഞ്ച് ലൈൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു അല്ലേ. റേഞ്ചിൽ ഇവിടെ നിങ്ങൾക്ക് പലർക്കും പിന്നെ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ക്യാൻഡിലെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓക്കെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുവാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് C എടുത്ത ആൾക്കാർ കാണും. നമ്മൾ C എടുക്കാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫില്ലായി. റിസ്ക് എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട് ഇല്ലേ. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ച് വീണ്ടും റീ എൻട്രി എടുക്കുക ഇല്ലേ. ഇവിടെ നമുക്ക് ആ എൻട്രിക്കുള്ള ക്രൈറ്റീരിയ ഫുൾഫില്ലായിട്ടില്ല. ഇവിടെ നോക്കിക്കേ, ഒരു ഡോജ് വന്നു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ല. ഇവിടുത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു കൺഫർമേഷൻ ഇല്ല ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ഫോള് കിട്ടി, താഴോട്ട് കിട്ടി. അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ ഇത് നാട്ടുകാരുടെ മുഴുവൻ SL അടുപ്പിക്കാൻ വന്ന ഒരു ഫോള് മാത്രമാണ്. ഇത് ഓപ്പറേറ്റർ പ്ലേ ആണ്. ഇന്നത്തെ മാർക്കറ്റ് മുഴുവനും ഓപ്പറേറ്റർ പ്ലേ ആണ്. അപ്പം അതിൽ ഇന്ന് പിന്നെ ഇത് SL അടുപ്പിക്കാൻ വേണ്ടി വന്ന പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയ ക്യാൻഡിലാണ് ഇത്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനധികം പറയുന്ന വലിയ വോളിയങ്ങളൊന്നും ഇല്ലതാനും. അപ്പോൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയതാണ്. അതായത് ഫോൾസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. അപ്പം അതിനുശേഷം അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ ഉണ്ടായി. പക്ഷേ നിങ്ങൾ ഈ ക്യാൻഡിൽ രണ്ടാമതുണ്ടായ ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ക്യാൻഡിൽ കണ്ടോ, ഇന്നലെ നമ്മൾ പഠിച്ച അതേ ഫുൾ ബോഡി ക്യാൻഡിലാണ്. ഇവിടെ നോക്കി, നമ്മൾ ഇന്നലെ എവിടെ നമ്മൾ പഠിച്ചത് ഒരു സംഭവം നമ്മളിവിടെ പഠിച്ചായിരുന്നല്ലോ. ഒരു ഫുൾ ബോഡി അതാ ഇവിടെ ഇല്ലേ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ നമുക്ക് ഇതായിരുന്നോ ഇന്നലെ? ഇതായിരുന്നു ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ. ഇതായിരുന്നില്ലേ? ഇതായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ, എവിടെയായിരുന്നു ആ സംഭവം? ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ നമ്മൾ ഇവിടെ കണ്ട് നമ്മൾ ട്രെയിൽ എടുത്തായിരുന്നല്ലോ. ഈ സിനാരിയോ ഇത് എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കേ മാർക്കറ്റ് ഇതുപോലെ തന്നെ ഇത് ആക്ച്വലി ഇതൊരു റെഡായിരുന്നു ആദ്യം ഇല്ലേ. അതിനുശേഷം ഇത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നലത്തെ 5-ാം തീയതി ഓപ്പണിംഗ് ആയിരുന്നു. ഇന്ന് 6 അല്ലേ. 5-ാം തീയതി ഓപ്പണിംഗ് ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഇല്ലേ. മുകളിലോട്ട് പോയതിന് ശേഷം അടുത്ത വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി. ഈ ബുള്ളിഷ് ക്യാൻഡിൽ നോക്കിക്കേ, കറക്റ്റായിട്ട് ഫുൾ ബോഡി ക്യാൻഡിൽ ഇല്ലേ. മുകളിൽ ഫുൾ ക്ലോസിംഗ് ആണ്. അവിടെ വിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് നേരെ മേലോട്ട് പോയി. അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് റാലി നടത്തി ഇല്ലേ. ഇതേ സിനാരിയോ അല്ലേ ഇവിടെ നടന്നത്. നോക്കിക്കേ, ഇതാണ് നടന്ന് നോക്കി. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ,
ഇവിടെ നോക്ക് എന്താ സംഭവിച്ചത് ഇവിടെ. ഇതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ഡൗൺ വന്നു. ബ്രേക്ക് ഡൗൺ ശേഷം അതേ സ്ട്രെങ്ത്തിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോൾ ഈ ക്യാൻഡിലെ സ്ട്രെങ്ത് നോക്കിക്കേ. ഈ ക്യാൻഡിൽ നല്ല ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലേ, ഒരു ഫുൾ ബോഡി ക്യാൻഡിലാണ്, മോളി വിക്കൊന്നുമില്ല. അതിനുശേഷം അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ ഇല്ല, ഇവിടെ കൺഫർമേഷൻ ഇല്ല. പക്ഷേ രണ്ടാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇത് റെഡായിരുന്നു, ഇവിടെ വന്ന് നേരെ വന്ന് റീടെസ്റ്റ് ചെയ്തു അല്ലേ. കറക്റ്റായിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ മോളോട്ട് പതുക്കെ മോളോട്ട് പോയി നമുക്ക് ഇവിടം വരെ കിട്ടി. മനസ്സിലായി. അപ്പം ഏകദേശം സിമിലാരിറ്റി. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സിമിലർ സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കണ്ടുവെക്കണം, അല്ലെങ്കിൽ നമ്മൾ ലൈവ് ചാർട്ടിൽ പഠിച്ചു വെക്കണം. അങ്ങനെ സിനാരിയോ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നെക്സ്റ്റ് ടൈം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേര്, എനിക്കൊന്ന് പലരും അത് യൂട്ടിലൈസ് ചെയ്തു, പലരും എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇതൊരു ഫുൾ ബോഡി ക്യാൻഡിൽ, ഇവിടെ വിക്കും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ബോഡി ആയത് ഇല്ലേ, ഫുൾ ബോഡി. അങ്ങനെയുള്ള ഫുൾ ബോഡി ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഇതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ബുള്ളിഷ് മൊമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് സംഭവം. പക്ഷേ ഇവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല, കാരണം നമുക്കൊരു കൺഫർമേഷൻ വേണം. എന്താ, ഒരു റീടെസ്റ്റ് വരണം, അല്ലെങ്കിൽ ഒരു ഹാഫ് കട്ട് ചെയ്ത് തിരിച്ചൊരു വിക്കുള്ള ക്യാൻഡിൽ വരണം. അങ്ങനെയുള്ള പല സിനാരിയോകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസം പോകെ നിങ്ങൾ പഠിക്കും. ഇപ്പം എല്ലാ ദിവസവും ശിശുക്കളായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ശിശു മാറി കൗമാരം വരണം, പിന്നെ യുവത്വം വരണം, അങ്ങനെ മുന്നോട്ട് നീങ്ങി പോകണം. അതായത് എന്നും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ ക്ലോസിങ് കിട്ടിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കിയിരിക്കില്ല. അത് നിങ്ങളുടെ ബിഗിനർ സ്റ്റേജാണ്. ഓക്കെ, നിങ്ങളുടെ ശൈശവ പ്രായത്തിലുള്ള സംഭവമാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ഇനി ശൈശവം മാറി എന്ത് ചെയ്യണം, കൗമാരം വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അറിവാകും ഇല്ലേ, കുറച്ചുകൂടെ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ പറ്റും, കുറച്ചുകൂടെ കാര്യങ്ങളെ അപഗ്രഥിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. യുക്തിയും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കും. അതിനുശേഷം കൗമാരം കഴിഞ്ഞ പിന്നെ ഒരു യുവാവായി ഇല്ലേ, യുവത്വം വന്നപ്പോൾ പിന്നെ എടിപിടി റെസ്പോൺസ് ആയിരിക്കും, എല്ലാത്തിനും പ്രതികരണം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഇല്ലേ. ഒരു ക്യാൻഡിൽ കണ്ട അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. അപ്പം ഈ യുവത്വം വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അടി കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ കാരണം എന്താ, എടുത്തടിച്ച പോലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി അടുത്ത നിമിഷത്തിൽ ട്രേഡ് എടുത്തു, പ്രോഫിറ്റെങ്കിൽ പ്രോഫിറ്റ്, ലോസ് എങ്കിൽ ലോസ്, അപ്പം തന്നെ ഇറങ്ങുക എന്നുള്ളതാണ്. എല്ലാം വളരെ ക്വിക്ക് ആക്ഷൻ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ ഈ ശൈശവപ്രായം ശൈശവത്തിൽ നോക്കി പാലും കുടിച്ചുകൊണ്ടിരുന്നൊരു യാതൊരു കാര്യമില്ല. കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് കഴിച്ച് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്, എക്സാമ്പിളിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം എന്നും നമ്മൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിയിരുന്ന് അത് വേണം, അതൊക്കെ ഈ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ മാത്രം നോക്കിയിരുന്ന് കാര്യങ്ങളെ മുന്നോട്ട് അപഗ്രഥിക്കാൻ പാടില്ല. അപ്പം കുറച്ചുകൂടെ നമ്മൾ എന്ത് വേണം, അഡ്വാൻസ്ഡ് ആകണം. ഓക്കെ, അതിന് നമ്മൾ ചാർട്ടിനകത്ത് നോക്കിയിരുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കണം. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് പതുക്കെ മേലോട്ട് പോകാൻ തുടങ്ങി. ഇവിടുന്ന് നിങ്ങൾക്ക് നല്ലപോലെ പോയിന്റ് കിട്ടുന്നുണ്ട്. ഇവിടം വരെ കറക്റ്റ് നമ്മുടെ പോയിന്റ്, ഒന്നുകിൽ ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങാം. ഇവിടുന്ന് ഇവിടം വരെ എത്ര കിട്ടി പോയിന്റ്, 91, 394, 100 പോയിന്റ്. ഇവിടുന്ന് ഇവിടം വരെ 100 പോയിന്റ്, ഇവിടം വരെയാണ് 150 പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുതലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അവിടെ എന്ത് ചെയ്തു, ഒരു ഫോൾ കിട്ടി. ഇത് ടെമ്പററി ഫോൾ, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ പ്ലേ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ടെമ്പററി ഫോൾ വന്നു. അതിനുശേഷം വീണ്ടും അവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മേലോട്ട് പോയി. നിങ്ങൾക്ക് പറ്റുന്നവർക്ക്, റിസ്ക് എടുക്കുന്നവർക്കൊക്കെ അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടുന്ന് റിജക്ഷൻ വന്നു, വീണ്ടും താഴെ പോയതിന് വേണ്ടി റിജക്ഷൻ വന്നു, അടുത്തൊരു ക്യാൻഡിൽ വീണു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇവിടുന്ന് മേലോട്ട് പോകാൻ സാധ്യതയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഒരൊറ്റ വൺ സൈഡ് റാലി ആയിരുന്നു. പക്ഷേ ഈ വൺ സൈഡ് റാലിക്കകത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇപ്പം എത്ര 22,300 എടുത്തെന്ന് വിചാരിച്ചു. 22,300 നിങ്ങൾ ഒരു 100 രൂപയ്ക്ക് എടുത്തെന്ന് വിചാരിച്ചു, 100 രൂപയുടെ പ്രീമിയം. ഈ 100 രൂപയുടെ പ്രീമിയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 22,300 ഇവിടുന്ന് ആയിരിക്കും ഏകദേശം എത്രയായി, 11:30, 12:30, 1:30, 2:30, 3:30, 4 മണിക്കൂർ എടുത്തു ഇവിടം വരെ വരാൻ. ഓക്കെ, എത്ര, 550, 300 ഏകദേശം 350 550, 200 പോയിൻ്റ് ട്രാവൽ ചെയ്യാൻ 4 മണിക്കൂർ എടുത്തു. ഓക്കെ, ഈ 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ 100 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഒരു 150 രൂപയോ വല്ലതും ഒക്കെ ആയി കാണാം. 50 രൂപ വല്ല മാക്സിമം കിട്ടി കാണാനുള്ള സാധ്യത ഉള്ളൂ. കറക്റ്റായിട്ട് ചാർട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, 50 രൂപ മാക്സിമം ഒരു 50 രൂപ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം എന്താ, ഇത്രയും ദൂരം ഇതിപ്പോൾ ഇതൊക്കെ ട്രാവൽ ചെയ്ത് നമുക്ക് ടൈം DK വന്ന് നമുക്ക് പ്രീമിയം എന്ത് ചെയ്തു, മെൽറ്റായി ഓരോ പ്രാവശ്യം ഇങ്ങനെ വീഴുമ്പോഴും നമ്മുടെ പ്രീമിയം ഇങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത്രയുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അതേസമയം നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ
പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടുന്ന് ടൈം ഡീക്കേ വരത്തില്ല, കിട്ടുന്ന പ്രീമിയം മുഴുവൻ ആടായി പോകും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടം വരെ നിങ്ങൾക്ക് പ്രീമിയം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് എക്സ്പയറി ഡേയിൽ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. ഓക്കെ, അതും അവിടെ കൊണ്ട് പറഞ്ഞു നിൽക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ ഷോർട്ട് കവറിങ് കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു ലോങ് അൺവൈൻഡിങ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ നടന്നില്ല. ഞാൻ വിചാരിച്ചത് ഈ 490 ഈ പോയിന്റിൽ നിന്ന് ഒരു റിവേഴ്സൽ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കിട്ടിയിരുന്ന നല്ല റിവേഴ്സൽ കിട്ടിയേനെ, പക്ഷേങ്കിൽ കിട്ടിയില്ല. ഇത് ഓപ്പറേറ്റർമാർ തന്നെ ഇവിടെ തന്നെ മനഃപൂർവ്വം ക്ലോസ് ചെയ്യിപ്പിച്ചു. പക്ഷേങ്കിൽ ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ സെൻറ്റിമെൻറ്റ്സ് വളരെ നെഗറ്റീവാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. നാളെ ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഞാനിപ്പോൾ എന്താ ക്യാപ്ഷൻ ഇതുപോലെ കഥ തുടരുമോ? കാലുമടക്കി അടിച്ചു ഇന്ന് ഇന്ന് കാലുമടക്കി കരടിയെ അടിച്ചു. നാളെ പുള്ളി തിരിച്ച് പൊരിക്കുമോ എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നാളത്തെ ദിവസം, കാരണം ഞാനിത് പറയാൻ കാര്യം, ഇപ്പം നിലവിൽ US ഫ്യൂച്ചർ ഓടുന്ന എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതാ നോക്കിക്കേ, എത്രയാണ്? 400 പോയിൻ്റ്. അയ്യോ, അതങ്ങോട്ട് പോയോ? 400 പോയിൻ്റ് ഫ്യൂച്ചർ ഡൗണിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 400 പോയിൻ്റ്. നാസ്ഡാക്ക് 300 പോയിൻറ്റും. അപ്പം ഇതെന്തിനെ കുറിക്കുന്നു എന്നുള്ളത് ഒരു പിടുത്തവും എനിക്കില്ല. മിഡ് ക്യാപ്പ് നിഫ്റ്റി 551, പിന്നെ ഗിഫ്റ്റ് നിഫ്റ്റി അങ്ങനെ നിൽക്കുകയാണ്. കുറേ കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ വിവരം എന്തുവാന്നുള്ള കാര്യം. ഓക്കെ, എനിവേ എന്തായാലും അറ്റ് പ്രസൻറ്റ് US ഫ്യൂച്ചേഴ്സ് വളരെ നെഗറ്റീവിലാണ് ഓടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുവാന്നുള്ളത് നമുക്ക് വരുന്ന വഴിയേ കാണാം. ഓക്കെ, അപ്പം നാളത്തെ ലെവലുകൾ നമുക്കിനി നോക്കാം. ഓക്കെ, അതുപോലെ ഇന്നലെ ഒരു കാര്യം പറയാനുള്ളതേ, ഇന്നലെ ഞാൻ കൃത്യമായിട്ട് പ്രൈസ് ലേബലൊക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നു. അതിന് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? വളരെ മാന്യന്മാരിലൂടെ വന്നിട്ട് കൃത്യമായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ വന്നിട്ട് കറക്റ്റ് പ്രൈസ് ലെവൽ എഴുതി ലെവൽ മാർക്ക് ചെയ്ത് നിങ്ങളുടെ വഴിക്ക് പോയി ഇല്ലേ? അപ്പം ഞാൻ ആരായി? ശശിയായി. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രൈസ് ലെവൽ വെക്കുന്നില്ല. പഠിക്കേണ്ടവർ നോക്കി കണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ലെവലുകൾ സൂം ചെയ്ത് നോക്കി നല്ല 720p ഇട്ട് കണ്ടിട്ട് ശരിക്കും നോക്കി പഠിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ഓസിന് അങ്ങനെ ആസിഡ് അടിക്കണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ലെവൽ പരിപാടി ഞാൻ നിർത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങളത് എഴുതി വെക്കുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. കാരണം അത് ഇന്നലെ എൻ്റെ വീഡിയോയെ ശരിക്കും ബാധിച്ചു, എനിക്ക് അത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അത് നമ്മളൊക്കെ എന്താ പറയുന്നത്, ഉച്ചി ഉറപ്പിച്ചവനെ കൊണ്ട് ഉദയകറിയും ചെയ്യിക്കലെന്ന് പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ ചെയ്യിപ്പിക്കുക. അതുകൊണ്ടെന്താ ഇപ്പോൾ നിങ്ങളുടെ ആ പ്രൈസ് ലെവലിൽ പോയി. അപ്പോൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യും. എനിക്കറിയാം നമ്മൾ വീഡിയോയുടെ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ആര് കണ്ടു. അതുപോലെ തന്നെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ എത്രയോ പേര് കാണുന്നറിയോ. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഡെയിലി ലൈക്ക് അടിക്കുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ലൈക്ക് അടിക്കണമെന്ന് പറയുന്നേ ഉള്ളൂ. അല്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. കാരണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതായി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഗുണമുണ്ടെങ്കിൽ ചെയ്യുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാളത്തെ ലെവലിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നാളത്തെ ലെവൽ എന്താണ്? നാളത്തെ ലെവൽ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ലെവലിലാണ്. നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്യാനുണ്ട്. ബാക്കിയല്ലേ അതുപോലെ കിടന്നോട്ടെ. ഇട്ട പ്രൈസ് ലെവലോടെ കിടന്നോട്ട് ഞാനൊന്നും ഒന്നും മാറ്റാനൊന്നും പോകുന്നില്ല. ഇവിടെ കിടന്നോട്ട്. ഇത് മാറ്റിയതിനൊന്നും മാറ്റങ്ങളില്ല. ഇതെല്ലാം അവിടെ നമ്മൾ ഒരിക്കൽ വരച്ച അത് അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഒരു പ്രൈസ് ഒരു ലൈനുള്ള ഇതാ. ഈ ലൈൻ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യണം. നമുക്ക് വേണം അത് വേണം. ഇതാണ് ആ പ്രൈസ് ലൈൻ. കറക്റ്റ് ഇതേ പോയിന്റ് വന്നാണ് സപ്പോർട്ട് എടുക്കുന്നത്. കണ്ടോ, ഇതേ പോയിന്റിൽ കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവനെ നമ്മൾ ഒഴിവാക്കുന്നു. കാരണം ഇവൻ വാലിഡ് അല്ല. ഇവൻ വാലിഡ് അല്ല എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് ഇവനെ താഴോട്ട് ഇറക്കി വെക്കാം. ഇത് ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. അവിടെ ചിലപ്പോൾ ആവശ്യം വരുന്നു. ഇനി അടുത്തത് നമുക്ക് ഇവനെ നമുക്ക് കുറച്ച് താഴോട്ട് ഇറക്കി വെക്കാം. ഇവനെ നമുക്ക് താഴോട്ട് എന്തുകൊണ്ടാണ് ചുമ്മാ എനിക്ക് തലയ്ക്ക് ഓളമുണ്ടായിട്ടല്ല എന്നെ ഇറക്കി വെക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇറക്കി വെക്കുന്നത് നിങ്ങൾ നോക്കണം. ഇത് ഇവിടെ പല പ്രാവശ്യം 1, 2,
3, 4, 5, 6 പല പ്രാവശ്യം റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ താഴെ ഇറക്കി വെച്ചത്. അല്ലാതെ എനിക്ക് ഭ്രാന്തായിട്ടല്ല. നിങ്ങൾ വിചാരിക്കുക ചുമ്മാ അവന് തലയ്ക്ക് ഭ്രാന്താ, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഓരോ വരം കുറി അങ്ങോട്ട് ഇടുകയാണ്. അങ്ങനൊന്നും അല്ല. ഓക്കെ, ഇടുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. നമുക്ക് ഇവനെ ഇങ്ങോട്ട് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. അതിന് അവിടെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഉണ്ട്, പക്ഷേങ്കിൽ അതത്ര ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇവനെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റി വെക്കാം. കാരണം എന്താ അറിയോ, ഇവിടെ ആകെയും പോകുക ഈ ഒരു സംഭവം കാണുന്നുള്ളൂ. ഈ ഒറ്റ ഒരെണ്ണം ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മളതിനെ മുകളിലോട്ട് കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ പല സംഭവങ്ങളും ഇവിടെ കിട്ടും. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. എന്താ അറിയാമോ, ഒന്ന് ഇവിടെ പല പ്രാവശ്യം, ഇവിടെ പല പ്രാവശ്യം, ഇവിടെ പല പ്രാവശ്യം, ഇവിടെ സപ്പോർട്ട് ചെയ്ത് പല പ്രാവശ്യം, ഇവിടെയൊക്കെ കടന്ന് ആടിക്കളിച്ച ഏരിയ. അതുകൊണ്ട് അവിടെ കടന്നോട്ടത്. അതുകൊണ്ട് അതങ്ങനെ തന്നെ അതവിടെ വേണം. ഓക്കെ. താഴോട്ട് റെഡല്ലേ. ഓക്കെ, അടുത്ത് നമ്മുടെ റേഞ്ച് ഇച്ചിരി കൂടെ ഒന്ന് പൊക്കി വെക്കാം. ഇത്രയും തൊട്ട്. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നാളെ എന്തായി തീരുമോയെന്ന് ഒരു പിടുത്തവും ഇല്ല. കഥ തുടരുമോയെന്ന് സംശയമാണ്. കാരണം ഇനി രാത്രി എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അറിയത്തില്ല. മോളോട് വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയേണ്ടതല്ലേ. എപ്പോഴും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഇവനെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, രണ്ട്, 3. ഇത് നമുക്ക് ഇവനെ എടുത്ത് മുകളിലോട്ട് വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതാണെന്ന് നല്ലത്. ഇതാണെന്നൊരു ഒരു പെർഫെക്ഷൻ അതിനാണുള്ളത്. പ്രൈസ് ലേബിളൊന്നും വേണ്ട. ഒത്തവശം എല്ലാം വീണ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ലെവൽ അറിയണ്ടേ. ഓക്കെ, അത്രയും മതി. ബാക്കിയോടെ കിടപ്പുണ്ട്. വരയ്ക്കുക. കാരണം വെച്ചാൽ അറിയാൻ പറ്റത്തില്ല ഏത് വകുപ്പിലോട്ടാണ് വരുന്നത്. ഞാൻ ചുമ്മാ ഇങ്ങനെ വരയ്ക്കാറില്ലല്ലോ. പക്ഷേ എനിക്കൊരു താഴോട്ട് വീഴുമെന്നൊരു പേടിയുണ്ട് ഇന്നത്തെ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട്. കാരണം ഗ്ലോബലി നമുക്ക് ഇന്ത്യക്കെതിരെ നല്ല നെഗറ്റീവ് ന്യൂസുകളാണ് മൊത്തത്തിൽ. അപ്പം ആ നെഗറ്റീവ് ന്യൂസുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കേണ്ടതാണ്. പക്ഷേങ്കിൽ എന്തുകൊണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ ഈ RBIയുടെ ഇൻഫ്യൂഷനൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേങ്കിൽ എന്നിട്ട് ബാങ്കുകളൊന്നും അനങ്ങിയില്ലല്ലോ. നിഫ്റ്റിയേക്കാളും പോയിൻറ്റിനേക്കാളും താഴെയായിരുന്നു ബാങ്ക് നിഫ്റ്റി. അപ്പം അതൊന്നും അല്ല കാരണം. പക്ഷേ ഇത് ഒന്ന് കൃത്യമായിട്ട് ഓപ്പറേറ്റർ പ്ലേ ആണോ എന്ന് ബലമായ സംശയമുണ്ട്. അതുകൊണ്ട് നാളെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ഒരാഴ്ചത്തെ നാളെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും നാളെ വീക്കിലി PL ആയിരിക്കും. നാളത്തെ ഡെയിലി PL അല്ല, നാളെ വീക്കിലി PL ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ അത് നോക്കി വേണം നിങ്ങൾ പോള് ചെയ്യാൻ. ഓക്കെ, ഇന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ടല്ലോ ഇതും. ഏകദേശം ഇപ്പോൾ എത്രയായി, 150 പേര് പ്രോഫിറ്റിലാണ്. 200 പേര് ട്രേഡ് ചെയ്തതിൽ 150 പേരും പ്രോഫിറ്റിലാണ്, 50 പേര് ലോസ്. ഓക്കെ, ബാക്കി 70 പേര് പഠിത്തം, 57 പേര് നോ ട്രേഡ് ഇതുവരെ. ഇനിയും ആൾക്കാർ പോൾ ചെയ്യാൻ കിടക്കുന്നു. നമുക്ക് അറിയാം, എല്ലാവരും കൈയും കാലുമൊക്കെ കാണിക്കുന്നു. എനിവേ നമുക്ക് നോക്കാം. നല്ലൊരു തുടക്കമല്ലേ ഇത്. ഈ ഒരു എന്താ പറയുന്നത്, പിന്നെ സ്പിരിറ്റ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ഈ രീതിയിൽ ഈ ലൈനിൽ കൂടെ നിങ്ങളങ്ങ് പോയാൽ മതി.
ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം. രാവിലെ സത്യം പറഞ്ഞാൽ ഈ അരമണിക്കൂർ കൊണ്ട് ട്രേഡ് നിർത്തി പോയവരൊക്കെ ഉണ്ട്. സൈറ്റിൽ ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവിടുത്തെ സൈറ്റിലെ ഫോട്ടോ വരെ ഇട്ട് വന്നിട്ടുണ്ട്. സാർ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഒരാളാണെന്നുണ്ടെങ്കിൽ സാർ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് സമാനത്തെ ഡ്യൂട്ടിക്ക് പോകാമെന്ന്, മനസ്സിലായോ? അപ്പം അങ്ങനെ വരെ ട്രേഡ് ചെയ്ത് രാവിലെ, അപ്പോൾ അവർക്കൊക്കെ ഒരു അച്ചടക്കം വന്നു. അപ്പോൾ ആ അച്ചടക്കം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.